നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന കാര്യം മുതിർന്ന CPM നേതാവ് P. ജയരാജനെതിരെ CPIM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ സാമ്പത്തിക കൊട്ടേഷൻ അടക്കമുള്ള വിഷയങ്ങൾ വന്നതുകൊണ്ട് അത് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയായിരുന്നു. സ്പീക്കർ അത് തള്ളി. വ്യക്തിപരമായ ആരോപണങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നോട്ടീസ് ചട്ടപ്രകാരം നിലനിൽക്കില്ല എന്ന് സർക്കാർ അറിയിച്ചു. CPIM സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് ചെയർമാനുമായ P. ജയരാജനെതിരായ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിലും ഉന്നയിച്ചു. സണ്ണി ജോസഫ് MLA വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. എന്നാൽ ചട്ടപ്രകാരം അഭ്യൂഹങ്ങളും വാദങ്ങളും ചർച്ച ചെയ്യാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ തടസ്സമുന്നയിച്ചു. പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. വ്യക്തിപരമായ ആരോപണങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ചട്ടം 52 ക്ലോസ് 5 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ളവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. ശ്രീ സണ്ണി ജോസഫും മറ്റ് അംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരച്ചിരിക്കുന്നു. യെസ്. അതേസമയം സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത് തെറ്റായ പ്രവണതയാണ്. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഒരു പുതിയ പ്രവണത, സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത്. സാർ, അത് ശരിയല്ല. ഞങ്ങൾ അത് ശക്തിയായി പ്രതിഷേധിക്കുന്നു. സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ഞെട്ടി. ഞാൻ സാർ, ഇത് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാരിന്റെ തെറ്റായ നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും.